ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണത്തിന് എല്ലാവരും യാത്രകളൊക്കെ പോയോ? അതൊക്കെ അടിപൊളിയായിരുന്നോ? ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എവിടേക്കാണ് പോയതെന്നൊക്കെ. ഞങ്ങൾ ഇപ്രാവശ്യം പോയത് വള്ളിക്കാവ് ആശ്രമത്തിലാണ്, മാതാ അമൃതാനന്ദമയി മഠം. അപ്പോൾ അവിടെ നമ്മൾ 3-4 ദിവസം ഉണ്ടായിരുന്നു. ആശ്രമത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ബീച്ചിലേക്കുള്ള വഴിയാണിപ്പോൾ ഇത്. ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആശ്രമത്തിൽ അമ്മയുണ്ടല്ലോ, അപ്പോൾ അമ്മ മെഡിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ ആഴ്ച ഒരു ദിവസം എല്ലാവരെയും കൂട്ടിയിട്ട്, ആശ്രമത്തിലെ അന്തേവാസികളും പിന്നെ ബ്രഹ്മചാരികൾ പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം ഇവിടെ മെഡിറ്റേഷന് വരാറുണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റൂഫിംഗ് ഒന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളി ബീച്ചാണ്. ഒരു വൈകുന്നേരം സമയമെന്ന് വെച്ചാൽ അതാണ് ഒരു നല്ലൊരു വൈബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇവിടെ കണ്ടില്ലേ, വെള്ളത്തിൽ 2 പേര് മുങ്ങിക്കിടപ്പുണ്ടേ. വിദേശീയരാണ് കേട്ടോ, അവരൊക്കെയാണ് കൂടുതൽ ഇതുപോലെ ഭയങ്കര എക്സ്പേർട്ടായിട്ടൊക്കെ നീന്താനൊക്കെ പറ്റുന്നത്. ഇവർ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വലിയൊരു വിഗ്രഹം ഉണ്ടാക്കും, ഗണേശൻ്റെ വലിയൊരു രൂപം. അപ്പോൾ അത് പിന്നെ നമ്മൾ അതിൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞ ശേഷം അത് ഈ കടലിൽ കൊണ്ട് ഇങ്ങനെ നിമജ്ജനം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ആ സമയത്തും ഇതുപോലെ വിദേശികളും ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് ഇറങ്ങിയിട്ട് വേണം ആ ഒരു വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ വേണ്ടി. എന്നുവെച്ചാൽ തിരയടിച്ച് തിരിച്ച് വരരുതല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ വിഗ്രഹമായിട്ട് ഇങ്ങനെ പോകുന്നത്. ഞാൻ ഇടയ്ക്ക് അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അങ്ങ് കടലിൽ കൊണ്ട് ഒഴുക്കി വിടുന്നതൊക്കെ ഇതുപോലെ വിദേശീയരും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ഇതിനകത്ത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, AI വെച്ചിട്ട് ഇമേജ് ചെയ്തിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ ഗൂഗിൾ ജെമിനി നാനോ ബനാന വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവരുണ്ട് എന്ത് ഈസി ആയിട്ടാണ് കടലിൽ കൂടെ നടക്കുന്നത്. തിരകളൊന്നും ഒരു പ്രശ്നം പോലുമല്ല. ഇവിടെ ഇപ്പം നിറയെ കല്ലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. കൂടുതൽ തിരയുള്ള സമയത്ത് കടലെല്ലാം കല്ലെല്ലാം കൊണ്ടുപോയെങ്കിലും വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. കടലായിട്ട്